മക്കളെ, വന്ദനം. കാൽപ്പനിക കവിതകൾ രചിച്ച് മലയാള മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പിൻ്റെ അമ്മ എന്ന കവിതയുടെ കഥാപ്രസംഗാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതാ നോക്കൂ, കാണുന്നില്ലേ, മാനമുട്ടി ഉയർന്നു നിൽക്കുന്ന ഒരു രാജകൊട്ടാരത്തിൻ്റെ തുങ്കഗോപുരം. അവിടെ ഒരു പെണ്ണിൻ്റെ, ഒരു അമ്മയുടെ അപൂർവ സുന്ദരമായൊരു വെൺകലാശില്പം. നോക്കൂ, എന്ത് ഭംഗിയാണതിന്. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമേറുന്നൊരാവലം കയ്യിൽ വീട്ടിൽ നിന്നും പാൽ തുള്ളികൾ ഊറും മട്ടിലുള്ളൊരാ നഗ്നമാ മാറും. കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു വിളിക്കുന്നു. കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ, സമ്പദ് സമൃദ്ധമായ നാട്. അരുവികളും പൂവനങ്ങളും പുൽമേടുകളും മുട്ടിയൊരുമിന്ന് കിന്നാരം പറയുന്നൊരു നാട്, പടനാട്. രാജാവും മന്ത്രിയും പടയും പടനായകന്മാരും പടതുരുമുക്കി വിരാജിക്കുന്ന കാലം. ആ നാടിൻ്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്നു ആ രാജകൊട്ടാരം. കൊട്ടാരത്തിൻ്റെ പൂമുഖത്ത് തിരക്കിട്ട ഒരു ചർച്ച നടക്കുകയാണ്. രാജാവിൻ്റെ അധ്യക്ഷതയിൽ ഒരു ആലോചനാ യോഗം. സമയം കടന്നു നീങ്ങി, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. എന്തായിരുന്നു ആ തീരുമാനം? പ്രൗഢിയും ഭംഗിയും കൊണ്ടുവിരാജിക്കും കൊട്ടാരത്തിരുമുറ്റത്തൊരു ഗോപുരം വേണം. പ്രൗഢിയും ഭംഗിയും കൊണ്ടുവിരാജിക്കും കൊട്ടാരത്തിരുമുറ്റത്തൊരു ഗോപുരം